ജനവാസ മേഖലയിൽ ഉപദ്രവമുണ്ടാക്കുന്ന അരിക്കൊമ്പനെ കൂട്ടിലടയ്ക്കാനാകില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. എന്നാൽ എവിടേക്ക് മാറ്റണമെന്ന കാര്യം സർക്കാരിന് തീരുമാനിക്കാമെന്നും സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് ആനയെ മാറ്റിയാൽ എതിർക്കില്ലെന്നും കോടതി പറഞ്ഞു. ഒരാഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കണമെന്നും പറമ്പിക്കുളം നിർദ്ദേശിച്ചത് കോടതിയല്ല എന്നും വിദഗ്ധ സമിതിയാണെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. അരിക്കൊമ്പനെ കൊണ്ടുവിടേണ്ട കാടുകളിൽ അഗസ്ത്യാർകൂടം പരിഗണനയിലില്ലെന്ന് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി. അരിക്കൊമ്പൻ വിഷയത്തിൽ നെന്മാറ എം.എൽ.എ. കെ. ബാബുവിന്റെ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. പുനഃപരിശോധനാ ഹർജി തള്ളിയ കോടതി 19-ന് വിഷയം വീണ്ടും പരിഗണിക്കും. അരിക്കൊമ്പനെ പിടികൂടാനുള്ള ട്രയൽ റൺ തടഞ്ഞല്ലോ എന്ന് കോടതി ചോദിച്ചു. ആതിരപ്പള്ളിയിൽ തടസ്സം നിന്നത് തങ്ങളല്ല എന്ന് നെന്മാറ എം.എൽ.എയുടെ അഭിഭാഷകൻ പറഞ്ഞു. പറമ്പിക്കുളത്തേക്ക് ആനയെ മാറ്റുമ്പോൾ ടൈഗർ റിസർവിന്റെ പുറത്തുള്ളവർ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കോടതി ചോദിച്ചു. നമ്മൾ സ്വാർത്ഥ സമൂഹമായി മാറുകയാണെന്ന് കോടതി വിമർശിച്ചു. സംസ്ഥാന സർക്കാർ ആനയെ പിടികൂടുകയല്ല വേണ്ടത്, ആന ജനവാസ മേഖലയിലേക്ക് വരുന്നത് തടയുകയാണ് വേണ്ടത്. വ്യക്തിപരമായി വധഭീഷണി വരെ കാര്യങ്ങളെത്തുന്നുവെന്നും ആനയെ പിടികൂടുന്നത് എളുപ്പമുള്ള കാര്യമാണെന്നും എന്നാൽ പിടികൂടിയതിനു ശേഷമുള്ള ആനയുടെ ദുരിതത്തെപ്പറ്റി ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ എന്നും കോടതി ചോദിച്ചു. കോടതി തീരുമാനിക്കട്ടെ എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഇത് നിരുത്തരവാദപരമായ പ്രതികരണമാണ്. ആനത്താര തുറന്നാൽ ആനകൾ ജനവാസ മേഖലയിലേക്ക് വരില്ല. ആവാസ വ്യവസ്ഥയിലെ മാറ്റം കാരണമാണ് ആനകൾ അരിയും ചക്കയും കഴിക്കാൻ നാട്ടിലെത്തുന്നത്. ആനയെ എങ്ങോട്ട് മാറ്റണമെന്ന് സർക്കാർ തീരുമാനിക്കട്ടെയെന്നും എന്നാൽ കൂട്ടിലടയ്ക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. അരിക്കൊമ്പനെ കൊണ്ട് ഈയടുത്തും ഉപദ്രവമുണ്ടായെന്ന് ശാന്തൻപാറ പഞ്ചായത്ത് പറഞ്ഞു. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് ശാന്തൻപാറ പഞ്ചായത്ത് കുറ്റപ്പെടുത്തി.